കൊമേഴ്സിലെ ബിസിനസ് സ്റ്റഡീസിൽ എപ്പോഴും ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. നോക്കൂ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ സുപ്രീം ഡോക്യുമെൻ്റ് ആണ്. അതായത് ഒരു കമ്പനിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് സബോർഡിനേറ്റ് ഡോക്യുമെൻ്റ് ആണ്. നോക്കൂ, അതുപോലെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനിയിലും മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണ്. പക്ഷേ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മുടെ ഈ പബ്ലിക് കമ്പനിയിലൊന്നും എന്ത് വേണ്ട, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വേണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കമ്പനിയാണ്. അതായത് കമ്പനിയുടെ ഭരണഘടന എന്നറിയപ്പെടുന്ന ഡോക്യുമെൻ്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എങ്കിൽ. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണിക്കുന്ന ഡോക്യുമെൻ്റ് ആണ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയും കമ്പനിയുടെ പുറത്തുള്ള ആൾക്കാരുമായിട്ടുള്ള റിലേഷൻ ആണ് എന്തിൽ കാണിക്കുന്നത്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിയും കമ്പനിയുടെ അകത്തുള്ളവരുമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഏതിൽ കാണിക്കുന്നത്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ. ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പെട്ടെന്നൊന്നും അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റത്തില്ല, മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറ്റും കേട്ടോ. ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൾട്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ.